May the name of the Lord be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I thank the Lord for this opportunity that the Lord has given me to stand before you all with the word of the Lord. നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ നിൽക്കുവാനായിട്ട് ദൈവം എനിക്ക് തന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. For today's time in the word, may we turn to the 5th book of Moses, the book of Deuteronomy. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായിട്ട് മോശയുടെ 5-ാം പുസ്തകത്തിലേക്ക്, അതായത് ആവർത്തന പുസ്തകത്തിലേക്ക് നമുക്ക് തിരിയാം. And we'll spend most of our time in chapter 32. നമ്മുടെ സമയത്തിൻ്റെ മുക്കാൽ ഭാഗവും നമുക്ക് 32-ാമത്തെ അധ്യായത്തിൽ രസിക്കാം. So Deuteronomy chapter 32. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം. But before we go into the chapter itself, let me share a few thoughts concerning why this book of Deuteronomy is important to us. ഈ ആലോചനയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ആവർത്തന പുസ്തകം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നതെന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കട്ടെ. The book of Deuteronomy is a very important book in the Bible. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം. It is quoted over 80 times in the New Testament. പുതിയ നിയമത്തിൽ ഏതാണ്ട് 80-ൽ പരം അവസരങ്ങളിൽ ഇതിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. In fact, when Jesus was tempted by Satan, സാത്താനാൽ നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ, this is the book that he quoted from each of the 3 times to defeat Satan. സാത്താനെ താൻ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി 3 തവണയും താൻ ഉദ്ധരിച്ച വചനം ഈ പുസ്തകത്തിൽ നിന്നാണ്. So if there is such a thing as the favorite book for the Son of God, I suspect this might be his favorite book. ദൈവത്തിന്റെ പുത്രന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ആവർത്തന പുസ്തകമെങ്കിൽ അത് നമുക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. And oftentimes we may dismiss Old Testament books by saying, oh, we can benefit from it. പലപ്പോഴും നാം പറയാറുണ്ടോ പഴയ നിയമം അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, കാരണം അതിൽ നിന്ന് വളരെ നന്മയൊന്നും നമുക്ക് ലഭിക്കാറില്ല. And if we are questioning if we could benefit from the book of Deuteronomy, നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഈ ആവർത്തന പുസ്തകത്തിൽ നിന്ന് കിട്ടുമോ എന്ന് നമുക്ക് ചിന്തിച്ചാൽ, especially as people who live in the church age, ഈ സഭായുഗത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, Apostle Paul answers that question. അപ്പോസ്തലനായ പൗലോസ് ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. In 1 Corinthians chapter 9 and verse 10, 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ he quotes from a portion in Deuteronomy and then he says this. ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം താൻ കോട്ട് ചെയ്യുകയാണ്. എന്നിട്ട് താൻ ഇങ്ങനെ പറയുകയാണ്, This has been written all together for our sakes. വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു എന്ന്. So the instructions in this book are certainly applicable to us as well. അതുകൊണ്ട് ഈ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. Who is this book written to? It's written to the generation of Israelites who were born in the wilderness journey of Israel. ആർക്കാണ് ഈ ആവർത്തന പുസ്തകം എഴുതിയത്? അവരുടെ ആ മരുഭൂ പ്രയാണത്തിൽ ജനിച്ച ആ പുതിയ തലമുറയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഈ ആവർത്തന പുസ്തകം. The older generation had perished in the wilderness. പഴയ തലമുറ അത് മരുഭൂമിയിൽ ക്ഷയിച്ചു പോയി, പട്ടുപോയി. And this new generation, this young generation, they were about to enter the promised land. ഈ പുതിയ മരുഭൂമിയിൽ വെച്ചുണ്ടായ ഈ പുതിയ തലമുറ അത് കനാനിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുകയാണ്. And in this book God is reminding them that for them to enjoy this land they should follow the law of God. അപ്പോൾ ദൈവം ആ പുതിയ തലമുറയോട് പറയുകയാണ്, പുതിയ ദേശം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കണം. The overarching outline of the book is seen in Deuteronomy chapter 5 and verse 1. ഉൽപ്പത്തി ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് കാതലായിട്ടുള്ള കാര്യം നമ്മോട് വായിക്കുന്നത്. It says, Hear, O Israel, the statutes and judgments which I speak in your hearing today, that you may learn them and be careful to observe them. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, മോശ എല്ലാ ഇസ്രായേലിനോടും ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ, ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ, അവയെ പഠിക്കുകയും പ്രമാണിച്ച് അനുസരിക്കുകയും ചെയ്യുവിൻ. So the instruction that God gave to Israel was to hear, to learn and to keep. അതുകൊണ്ട് യഹോവയെ ദൈവം ഇസ്രായേലിന് കൊടുത്ത 3 പ്രമാണങ്ങൾ എന്താണെന്ന് വെച്ചാൽ കേൾക്കുക, അനുസരിക്കുക, പഠിക്കുക, അനുസരിക്കുക. And these are the same instruction God gives to us this afternoon, to hear, to learn and to keep. നമുക്കും ഈ 3 കാര്യങ്ങളാണ് ദൈവം നമ്മളോടും പറയുന്നത്, കേൾക്കുക, അനുസരിക്കുക, പഠിക്കുക. With these introductory thoughts in mind, may we go to chapter 32 of Deuteronomy. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് 32-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. When we come to chapter 32, we are coming to the last words of Moses.
32-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയുടെ അവസാന വാക്കുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. This chapter is commonly called the Song of Moses. ഈ 32-ാം അധ്യായത്തെ മോശയുടെ പാട്ട് എന്നാണ് പറയുന്നത്. This is a song that the Lord instructed Moses to write. യഹോവയായ ദൈവം മോശയോട് എഴുതുവാൻ പറഞ്ഞ ഒരു പാട്ടാണിത്. And this song was to be a witness against the children of Israel when they enter the promised land and depart from God. ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത ആ ദേശത്തേക്ക് ഇസ്രായേൽ മക്കൾ പ്രവേശിക്കുമ്പോൾ ഒരു സാക്ഷ്യത്തിനായിട്ട് രചിക്കുന്ന ഒരു പാട്ടാണ് ഇത്. So Moses wrote the song and taught it to all Israel on the same day the Lord commanded him to write the song. അപ്പോൾ ദൈവം തന്നോട് പറഞ്ഞ അന്ന് തന്നെ മോശ ആ പാട്ട് എഴുതുകയും ഇസ്രായേലിനെ കേൾപ്പിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. So we see that most of that chapter 32 is the song of Moses. ആ 32-ാം അധ്യായം മുഴുവനും മോശയുടെ പാട്ടാണ്. And this song so beautifully brings out so many characteristics of God. ദൈവത്തിന്റെ പലതായിട്ടുള്ള സൽഗുണങ്ങൾ സ്വഭാവങ്ങൾ ഈ 32-ാം അധ്യായം അല്ലെങ്കിൽ ഈ പാട്ട് കൊണ്ടുവരുന്നുണ്ട്. And what we will do as we go through the song this afternoon is to look at these characteristics of God and see what lessons about God we can learn from this chapter. അതുകൊണ്ട് ഈ ഉച്ചയായ സമയത്ത് നമുക്ക് ഈ ഭാഗങ്ങളിൽ കൂടി കടന്നുപോയി ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ച് അത് നമുക്കും അല്പമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. And Moses presents these characteristics of God in a certain way. He contrasts this against the dark background of human unfaithfulness and weakness and fickleness. മനുഷ്യന്റെ ചാഞ്ചല്യതയുടെയും അതുപോലെ തന്നെ മനുഷ്യന്റെ അജ്ഞതയുടെയും നടുവിലാണ് ദൈവം അതിനോട് താരതമ്യം അത് കോൺട്രാസ്റ്റ് ആക്കിക്കൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ മോശ പ്രകടിപ്പിക്കുകയാണ്. So that God shines through this chapter. അപ്പോൾ അതിൽ നിന്ന് ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അവിടെ കർത്താവ് ശോഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ശോഭിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. Even though I would have liked to read the whole chapter, we don't have the time to do that, so we'll be reading selective verses from this chapter. 32-ാം അധ്യായം മുഴുവൻ വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചില വാക്യങ്ങൾ മാത്രം വായിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. So let's start by reading the first 3 verses. ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 3 വാക്യങ്ങൾ. ആദ്യത്തെ 3 വാക്യങ്ങൾ. Give ear, O heavens, and I will speak, and hear, O earth, the words of my mouth. Let my teaching drop as the rain, my speech distill as the dew, as raindrops on the tender herb, as showers on the grass. For I proclaim the name of the Lord, ascribe greatness to our God. ആകാശമേ ചെവിതരിക, ഞാൻ സംസാരിക്കും. ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും. എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളംപുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. So here Moses is calling the heavens and the earth as a witness to hear his words. ഇവിടെ മോശ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കിക്കൊണ്ട് ഇവിടെ സംസാരിക്കുകയാണ്. His words were to be refreshing like the raindrops and the dew. അവന്റെ വചനം മഞ്ഞു പോലെയും ഇളംപുല്ലിന്മേൽ പൊടിമഴ പോലെയും അത്രമാത്രം ഫ്രഷ് ആണ് എന്ന് നാം പറയുകയാണ്. And the purpose of the song is given in verse 3. It says to proclaim the name of the Lord and to ascribe greatness to the Lord. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കും. അതിനുവേണ്ടിയാണ് താൻ ഇവിടെ ഇത് രേഖപ്പെടുത്തുന്നത്. Now let's read verse 4. 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. He is the rock. അവൻ പാറ. His work is perfect. അവന്റെ പ്രവൃത്തി അത്യുത്തമം. For all his ways are justice. അവന്റെ വഴികളൊക്കെ ന്യായം. A God of truth and without injustice. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ. Righteous and upright is he. നീതിയും നേരുള്ളവൻ തന്നെ. Here we have our first lesson for today. Our God is a righteous God. ഇന്നത്തെ ആദ്യ പാഠം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയാണ്. നമ്മുടെ ദൈവം നീതിമാനായിട്ടുള്ള ദൈവമാണ്. Notice that Moses starts out by calling God the rock. ഇവിടെ ശ്രദ്ധിക്കുക, പാറ എന്ന് പറഞ്ഞാണ്, അവൻ എൻ്റെ പാറ എന്ന് പറഞ്ഞാണ് മോശ ഇത് ആരംഭിക്കുന്നത്. And I take it that was the working of the Spirit that this morning this thought was implanted into our head as well by our morning thoughts. When Shandan uncle spoke and when Jay uncle spoke, this theme came out, the rock of our salvation. ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ ആരാധനയുള്ള ബന്ധത്തിലുള്ള ചിന്തകളിൽ ഈ പാറ, അതിനെക്കുറിച്ചുള്ള ചിന്ത കടന്നു വന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. And of course the rock has the idea of stability. പാറ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഉറപ്പിനെയാണ് കാണിക്കുന്നത്. It has the idea of protection, of refuge. അത് സുരക്ഷയെ കാണിക്കുന്നുണ്ട്. It talks about the unchangeable nature of God. ദൈവത്തിന്റെ അചഞ്ചലമായ ആ സ്വഭാവത്തെ അത് കാണിക്കുന്നുണ്ട്. It is something that we read about God throughout the scriptures, especially in the Psalms. സ്ക്രിപ്ചറിൽ ഉടനീളം നമുക്ക് അത് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ. But the rock had a very personal connection with Moses. എന്നാൽ മോശയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പാറ തനിക്ക് വ്യക്തിപരമായിട്ടുള്ള ചില
പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. It was because of him striking the rock of Horeb when God commanded him to speak to the rock that he ended up forfeiting his right to enter the promised ഹോരേബിൽ land. വെച്ച് ആ പാറയോട് സംസാരിക്കുവാൻ പറഞ്ഞപ്പോൾ മോശെ ആ പാറയെ അടിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. To Moses, this rock was a reminder of his failure, of his weakness. അപ്പോൾ മോശയെ സംബന്ധിച്ചിടത്തോളം ഈ പാറ തന്റെ പരാജയത്തിന്റെ ഒരു നാന്ദിയായിരുന്നു. The rock was a picture of the unbending justice of God. ദൈവത്തിന്റെ ഒരിക്കലും മാറ്റപ്പെടാത്ത അല്ലെങ്കിൽ തിരുത്തപ്പെടാത്ത തന്റെ നീതിയുടെ ഒരു പ്രതീകമാണ് ഈ പാറ. God couldn't turn a blind eye on sin. പാപത്തിന്റെ മേൽ ദൈവത്തിന് അന്ധമായിട്ട് തന്റെ കണ്ണ് തിരിക്കുവാനായിട്ട് കഴിയുകയില്ല. A just God must punish sin, and that's what he did with Moses. ന്യായാധിപതിയായിട്ടുള്ള ഒരു ദൈവത്തിന് അവൻ പാപത്തെ ശിക്ഷിച്ചേ മതിയാകുകയുള്ളൂ. അതാണ് മോശമുള്ള ബന്ധത്തിൽ താൻ ചെയ്തത്. But notice that Moses was not bitter at God for this. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, മോശ ഒരു കൈപ്പുള്ളവനായിട്ട് ഇതുകൊണ്ട് തീർന്നില്ല. He understands that God was perfectly righteous in what he did. മോശയ്ക്ക് അറിയാമായിരുന്നു നമ്മുടെ യഹോവയായ ദൈവം എല്ലാം അത്യുത്തമമായിട്ട് ചെയ്യുന്നവനാണ് എന്ന്. And that's why in the very next sentence he says his work is perfect. അതുകൊണ്ടാണ് അടുത്ത വാക്കിൽ അവൻ പറയുന്നത് അവന്റെ പ്രവൃത്തികൾ അത്യുത്തമമാണ് എന്ന്. God's justice is seen in his work. ദൈവത്തിന്റെ ന്യായം അവന്റെ പ്രവൃത്തികൾ നാം കാണുകയാണ്. He does that which is right, that which is perfect. അവൻ ചെയ്യുന്നതെല്ലാം സത്യമാണ്, അത് അത്യുത്തമമാണ്. By the way, nothing God does is less than perfect. ദൈവം ചെയ്യുന്നത് ഒന്നും അത്യുത്തമം അല്ലാത്തതല്ല. We may be asked to do something and we may do that in an okay way, in an acceptable way. നമ്മളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്യും എന്നുള്ളതല്ലാതെ അത് ഒരിക്കലും അത്യുത്തമം ആയിരിക്കണമെന്നില്ല. We may say things like, oh, we aim for progress, not perfection. നമ്മൾ അതുകൊണ്ട് പറയാറുണ്ട്, ഓ ഞാൻ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത്, പൂർണ്ണതയ്ക്ക് വേണ്ടിയല്ല എന്ന്. But that's not the case with God at all. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല കാര്യം. God does all things perfectly. ദൈവം എല്ലാം ചെയ്യുന്നത് അത്യുത്തമമായിട്ടാണ്. And logically, if something is not perfect, then God is not done with. അപ്പോൾ വേറെ രീതി പറയുകയാണെങ്കിൽ എന്തെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് അത്യുത്തമമായിട്ടുള്ളതല്ല എങ്കിൽ അത് ദൈവം ചെയ്തതല്ല. Examples? Us. അതിനുള്ള ഉത്തരം നമ്മൾ തന്നെയാണ്. God is working on each one of us to make us perfect, to be conformed to the image of his son. ദൈവം നമ്മളിൽ ഓരോരുത്തരും പ്രവർത്തിക്കുകയാണ്. എന്തിനാണ്? തന്റെ പുത്രന്റെ രൂപത്തോട് നമ്മളെയും അനുരൂപപ്പെടുത്തുന്നതിന് വേണ്ടി. Colossians tells us that it is in him that all the fullness dwells, and one day we will be like him. കൊളോസ്യ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്, സർവ്വ സമ്പൂർണ്ണതയും അധിവസിക്കുന്നത് ക്രിസ്തുവിലാണ്. He continues on saying, he says, all his ways are justice, a God of truth and without injustice, righteous and upright is he. Same working. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ എന്ന് നമ്മൾ വായിക്കുകയാണ്. There's much we can say here, but the basic idea of everything that he says is that all that the Lord does is right. All that the Lord does is just. അപ്പോൾ നമുക്ക് ഒന്ന് തീരുമാനിക്കാനുള്ള, ദൈവം ചെയ്യുന്നതെല്ലാം അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നീതിയുള്ള കാര്യങ്ങളാണ്. And if anyone has a question if God is just or if he is righteous, what is the one place that they can turn and look to? ദൈവം ന്യായം ചെയ്യുന്നവനാണോ, ദൈവം നീതിമാനാണോ എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടാണ് തിരിയുവാൻ സാധിക്കുന്നത്? Sorry? Yeah, but also, where was this justice displayed? On the cross, right? That's all we need to look to. ഈ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ന്യായവും പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആ കാൽവറിയിലെ ക്രൂശിലാണ്. That's where the justice of God was on full display. അവിടെയാണ് ദൈവത്തിന്റെ നീതി പൂർണ്ണമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. Where the righteous Son of God paid for my sin and your sin by suffering the death on the cross. കർത്താവിന്റെ ദൈവത്തിന്റെ ഏകജാതനായിട്ടുള്ള പുത്രൻ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും അവിടെ മരിച്ചത് നാം കാണുകയാണ്, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. He satisfied God's justice and paid all our injustices. ദൈവത്തിന്റെ നീതി അവൻ പരിപൂർണമായിട്ട് തികച്ച് നമ്മുടെ എല്ലാവരുടെയും അനീതി തികച്ചു. This song continues on in verse 5. Moses explains how despite God's faithfulness, despite God's justice, how the people of Israel turned against him. 5-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ഇത്രമാത്രം നീതിയും ന്യായവും കാണിച്ച ഒരു ദൈവമാണെങ്കിലും ഇസ്രായേൽ മക്കൾ എങ്ങനെയാണ് ഈ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു പോയത് എന്ന് വിവരിക്കുകയാണ്. And when we come to verse 6, Moses is asking them a rhetorical question. 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശ പ്രത്യേകമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. He says, "Do you thus deal with the Lord, O foolish and unwise people? Is he not your father who bought you? Has he not made you and established you?" 32-ാം അധ്യായത്തിലെ 6-ാം വാക്യം, ഭോഷത്വവും അജ്ഞതയുമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ,
അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. And here we have our second lesson about God today. Our God is our Father and our Maker. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത്തെ പാഠം ലഭിക്കുകയാണ്. ദൈവം നമ്മുടെ പിതാവുമാണ്, ദൈവം നമ്മളെ സൃഷ്ടിച്ചവനുമാണ്. He is our Father through three things that are mentioned in that verse. അവൻ നമ്മുടെ പിതാവാണ്. ഏത് നിലയിലാണ്? മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. First, He bought us. ഒന്നാമത് അവൻ നമ്മളെ വാങ്ങി. Secondly, He made us. രണ്ടാമത് അവൻ നമ്മളെ സൃഷ്ടിച്ചു. And thirdly, He established us. മൂന്നാമത് അവൻ നമ്മെ ഉറപ്പിച്ചു. Now, this was certainly true of Israel, but aren't these things true of us too? ഈ കാര്യങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. നമ്മളെ സംബന്ധിച്ച് സത്യമാണോ? Has God bought us? ദൈവം നമ്മളെ വാങ്ങിയതാണോ? Of course. In 1 Corinthians chapter 6 and verse 20, we read that. അതെ, 1 കൊരിന്ത്യർ 6:19 നാം അത് തന്നെയാണ് വായിക്കുന്നത്. It says, "You are not of your own, for you were bought with a price. Therefore, glorify God in your body and in your spirit, which are God's." അവിടെ നമ്മൾ വായിക്കും, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്ന് വായിക്കുന്നുണ്ട്. Has God made us? ദൈവം നമ്മളെ സൃഷ്ടിച്ചു. അതെങ്ങനെയാണ്? Psalm 100 verse 3. 100-ാമത്തെ സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം അത് വായിക്കുകയാണ്. Know that the Lord himself is God. It is he who made us and not we ourselves. യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി. നാം അവൻ ഉള്ളവൻ ആകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. Has God established us? ദൈവം നമ്മളെ ഉറപ്പിച്ചിട്ടുണ്ടോ? 2 Corinthians 1:21. 2 കൊരിന്ത്യർ 1-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. Now he who establishes us with you in Christ and anointed us is God. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ എന്ന് വായിക്കുന്നു. So beloved, the reminder that God is telling us this afternoon is that he is our Father and our Maker. അപ്പോൾ ഈ ഉച്ച സമയത്ത് ദൈവം നമ്മളോട് പറയുന്ന കാര്യം, അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മളെ സൃഷ്ടിച്ചവനാണ് എന്നാണ്. And if he is our Father, then he will take care of us. അവൻ നമ്മുടെ പിതാവാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മളെ കരുതിക്കൊള്ളും. If he is our Father, he will also chastise us. അവൻ നമ്മുടെ പിതാവാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമുക്ക് ബാലശിക്ഷയും തരും. If he is our Father, then he will work in us to bring the very best in us. അവൻ നമ്മുടെ പിതാവാണെങ്കിൽ നമ്മളിൽ അവൻ പ്രവർത്തിച്ച് ഏറ്റവും നല്ലത് നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുവാനായിട്ട് അവൻ നമ്മളെ സഹായിക്കും. Why? Because he wants us to be just like him. എന്തുകൊണ്ടാണ്? അവൻ അവനെ പോലെ തന്നെ നാം ആകുവാൻ ആഗ്രഹിക്കുന്നു. He wants us to be children who bear the image of our Father. പിതാവിന്റെ അതേ ശരീരം അല്ലെങ്കിൽ അതേ രൂപം പ്രാപിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ് നമ്മളും. Continuing on, Moses continues to show us that God is not only our Father who made us, who bought us, who established us, but he is also like a mother to us who takes care of us. മുന്നോട്ട് പോകുമ്പോൾ തന്നെ മോശ ഇവിടെ പറയുകയാണ്, നമ്മുടെ കർത്താവ് നമ്മെ സൃഷ്ടിച്ചവൻ മാത്രമല്ല, നമ്മുടെ പിതാവ് മാത്രമല്ല, നമ്മളെ കരുതുന്നവൻ മാത്രമല്ല, പിന്നെയോ നമ്മുടെ അമ്മ കൂടിയാണ് എന്ന് പറയുകയാണ്. Verses 9 to 11. Let's read 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം അത് വായിക്കുകയാണ്. It says, "For the Lord's portion is his people. Jacob is the place of his inheritance. യഹോവയുടെ ഓഹരി അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. He found him in a desert land, and in the wasteland, a howling wilderness. He encircled him, he instructed him, he kept him as the apple of his eye." താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു. കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. And notice verse 11. 11-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. As an eagle stirs up its nest, hovers over its young, spreading out its wings, taking them up, carrying them on its wings, so the Lord alone led him. കഴുകൻ തന്റെ കൂടാനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവൻ വഹിച്ചു. Here we have our third lesson about God for today. മൂന്നാമത്തെ പാഠം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയാണ്. Our God is a caring God. നമ്മുടെ ദൈവം നമ്മളെ ശുശ്രൂഷിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. And here Moses is using this beautiful metaphor to illustrate that point. ഇവിടെ ഈ കഴുകന്റെ ഈ രൂപാലങ്കാരം താൻ ഉപയോഗിക്കുകയാണ്. The metaphor of a mother eagle. ഒരു അമ്മ കഴുകന്റെ രൂപാലങ്കാരം. A mother eagle who takes care of her young. ഒരു അമ്മ കഴുകൻ എങ്ങനെയാണ് തന്റെ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന, നല്ല പരിപാലിക്കുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നു. The eagle first of all stirs up its nest. കഴുകൻ എന്നടക്കും ആ കൂടിനെ അതൊന്ന് ഇളക്കും. Why? എന്തിനു വേണ്ടി? So that the eagle could get those young out of their nest, out of their comfort zone. അങ്ങനെ ഇളക്കി കഴിയുമ്പോൾ അതിന്റെ അകത്തിരിക്കുന്ന ആ കുഞ്ഞ് പക്ഷികള് പുറത്തേക്ക് ഇറങ്ങുവാനിട വരും. Why? So that they can learn to fly just like the mother eagle does. എന്തിനു വേണ്ടിയാണ്? അവരുടെ അമ്മ പറക്കുന്ന അതേ നിലയിൽ അവരും പറക്കുന്നതിന് വേണ്ടി. And as the young learn to fly, notice what the mother eagle does. It hovers over them. ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പറക്കുമ്പോൾ ഈ തള്ള കഴുകൻ എന്താണ് ചെയ്യുന്നത്? അവയുടെ മുകളിൽ പറക്കും. And this speaks of the watchful, tender care of the mother. ഇത്
ഒരു അമ്മയുടെ പരിപാലനത്തെക്കുറിച്ച് ആണ് പറയുന്നത്. And while the young are learning to fly, no one can inflict any harm on them. Why? Because the mother is always ഈ watching. കുഞ്ഞുങ്ങള് ഈ പറക്കുന്നതിനിടയിൽ ആർക്കും ഒരു ഹാനിയും അവർക്ക് വരുത്തുവാനായിട്ട് കഴിയില്ല. കാരണം എന്താണ്? ഈ അമ്മ അവരുടെ മുകളിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. Then the eagle spreads out its wings and carries them on its wings. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ക്ഷീണിക്കുന്ന അവസരത്തിൽ ഈ കഴുകൻ അതിന്റെ ചിറക് വിരിച്ച കുഞ്ഞുങ്ങളെ ഈ ചിറകിന്മേൽ താങ്ങും, വഹിക്കും. Not one of the young is harmed. Not one of the young is lost in the process. ഒരു കുഞ്ഞു പോലും യാതൊരു വിധമായിട്ടുള്ള ദോഷവും പറ്റുകയില്ല ഈ പറക്കാൻ പഠിക്കുന്ന അവസരത്തിൽ. She protects them, she teaches them, and she takes care of them. കാരണം അവള് അതിനെ സംരക്ഷിക്കും, അവൾ അതിനെ പഠിപ്പിക്കും, അവൾ അതിനെ പരിപാലിക്കും. And in verses 13 and 14 of the song, Moses described how God took care of Israelites like a mother eagle. 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണോ ഒരു അമ്മ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്, അതേ നിലയിൽ യഹോവയായ ദൈവം ഇസ്രായേലിനുള്ള ബന്ധത്തിൽ എങ്ങനെ പെരുമാറി എന്ന് വായിക്കുകയാണ്. Let's read that. Verses 13 and 14. He made him ride in the heights of the earth, that he might eat the produce of the field. He might draw honey from the rock and oil from the flinty rock. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി, നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. Curds from the cattle and milk of the flock, with the fat of lambs and the rams of the breed of Bashan, and goats, with the choicest wheat, and you drank wine, the blood of the grapes. പശുക്കളുടെ വെണ്ണയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാശാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും ഗോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു. So God provided them all the things that they needed in that wilderness journey. ആ മരുഭൂ യാത്രയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം കൊടുത്തു. He wasn't just giving them food to keep them alive, no. അവരെ ജീവനോടെ ശേഷിക്കുന്നതിന് വേണ്ടി ആഹാരം മാത്രം കൊടുക്കുക ആയിരുന്നില്ല അവനോട് ചെയ്തത്. He provided them a variety of foods, choice foods. അവർക്ക് ഇഷ്ടമുള്ള ആഹാരം അവനോട് കൊടുത്തു. Provisions that filled both their stomachs and their hearts. അവരുടെ വയറ് മാത്രം നിറക്കിയല്ല അവൻ ചെയ്തത്, പ്രത്യേകം അവരുടെ ഹൃദയത്തെയും അവൻ അവിടെ നിറച്ചു. And that's how God takes care of us too. അതാണ് പ്രിയമുള്ളവരെ, ദൈവം നമ്മളെയും അതേ നിലയിലാണ് കരുതുന്നത്. He provides for our every need. അവരുടെ ഓരോ ദിവസം അനുദിനമുള്ള നമ്മുടെ ആവശ്യങ്ങൾ അവൻ നമ്മളെ സഹായിക്കും. He watches over us like with the tenderness of a mother. ഒരു അമ്മയുടെ ആർദ്രതയോടുകൂടി അവൻ നമ്മളെ നോക്കി പരിപാലിക്കും. He may move us out of our comfort zone sometimes. നമ്മുടെ ആ സ്ഥലത്ത് നിന്ന് ഒരുപക്ഷെ പുറത്തേക്ക് അവൻ നമ്മളെ മാറ്റുമായിരിക്കാം. But that is to teach us to be more like him. പക്ഷെ അതെന്തിനു വേണ്ടിയാണ്? അവനെ പോലെ ആകുന്നതിന് വേണ്ടി, നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. And he does all these things in perfect love. അവൻ ഇതെല്ലാം ചെയ്യുന്നത് പരിപൂർണ്ണ സ്നേഹത്തിലാണ് എന്നുള്ളത് നാം മറക്കാൻ പാടില്ല. Now when we come back to the song of Moses in verses 15 through 18, 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം വീണ്ടും കടന്നു വരുമ്പോൾ Moses is describing how these people repaid God for what he had done for them. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു മഹാദൈവത്തോട് എങ്ങനെയാണ് ഇസ്രായേൽ പെരുമാറിയത് എന്ന് താനോട് രേഖപ്പെടുത്തുകയാണ്. First of all, he says, even as they grew fat with the provisions that God provided for them, നീ പുഷ്ടി വെച്ച് അവർ കഴുത്ത് തടിച്ചു എങ്കിലും they forsook God. അവർ ദൈവത്തെ മറന്നു. We read that they scornfully esteemed the rock of their salvation. അവര് തങ്ങളെ ഉണ്ടാക്കിയ ദൈവത്തെ ത്യജിച്ചു, തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു എന്ന് നാം വായിക്കുന്നു. They went after other gods and they forgot the God who fathered them. 16-ാം വാക്യത്തിൽ അവൻ അന്യ ദൈവങ്ങളാൽ അവനെ ക്രുദ്ധനാക്കി, മ്ലേച്ഛതകളാൽ അവനെ കോപിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. What a tragedy. എന്തൊരു കഷ്ടമാണ്. Everything we described about God thus far, they despised. ദൈവത്തെക്കുറിച്ച് ഇത്രയും സമയം നമ്മൾ വിവരിച്ച ആ നല്ല കാര്യങ്ങളെല്ലാം അവർ നിരസിച്ചു. What was the result? അതിന്റെ ഫലം എന്തായിരുന്നു? God himself turned his face away from them. ദൈവം തന്നെ അവന്റെ മുഖത്തെ അവരിൽ നിന്ന് തിരിച്ചു. Let's go to verse 21. 21-ാം വാക്യത്തിൽ എന്താണ് നാം വായിക്കുന്നത്? They have provoked me to jealousy by what is not God. They have moved me to anger by their foolish idols. But I will provoke them to jealousy by those who are not a nation. I will move them to anger by a foolish nation. ദൈവമില്ലാത്തതിനെ കൊണ്ട് എനിക്ക് തീക്ഷ്ണത വരുത്തി, മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു. ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് തീക്ഷ്ണത വരുത്തും, മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കും. Here we have our fourth lesson about God today. ഇവിടെ നമുക്ക് നാലാമത്തെ പാഠം നമുക്ക് ലഭിക്കുകയാണ്. Our God is a jealous God. നമ്മുടെ ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. Godly jealousy speaks of his possessive love. ദൈവത്തിന്റെ ആ തീക്ഷ്ണത അവന്റെ സ്വകാര്യ സ്നേഹത്തെയാണ്
പ്രദർശിപ്പിക്കുന്നു. It's similar to the love between a husband and a wife. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു സ്വകാര്യ സ്നേഹം. It's a possessive love, and that love is not to be shared with another. അതൊരു സ്വകാര്യ സ്നേഹമാണ്, അത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാനുള്ളതല്ല. That's why when one spouse is unfaithful, they are provoking that jealousy. അതുകൊണ്ടാണ് ഒരെണ്ണ അവനോട് വിശ്വസ്തയോടുകൂടി അല്ലാതെ പെരുമാറുമ്പോൾ അവന് തീഷ്ണത ഉണ്ടാകുന്നത്. In the same way, the Israelites provoked God to jealousy when they went after other gods. അതേ നിലയിലാണ് ഇസ്രായേൽ മറ്റ് ദൈവങ്ങളുടെ പുറകെ പോയപ്പോൾ ദൈവത്തിന്റെ ആ സ്വകാര്യ സ്നേഹത്തെ അവരെ ത്യജിച്ചത്. What does God do? ദൈവം എന്ത് ചെയ്തു? And this is beautiful, beloved. Just pay attention to what he does. അവൻ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ മനോഹരമാണ്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. He provoked them to jealousy by those who are not a nation and by a foolish nation. ദൈവം ഇല്ലാത്തതിനെ കൊണ്ട് എനിക്ക് നീ തീഷ്ണത വരുത്തി മിഥ്യാമൂർത്തികളാൽ എന്നെ നശിപ്പിച്ചുകൊണ്ട് അവനെ അടുത്തു. ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് തീഷ്ണത വരുത്തും, മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കും. This is the only reason we are sitting here this morning. അതുകൊണ്ട് ഈ ഒരു ഇതുകൊണ്ട് മാത്രമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഇവിടെ ഇരിക്കുവാനായിട്ട് കഴിയുന്നത്. This is the only reason we can have any kind of relationship with the God of Israel. ഇസ്രായേൽ ദൈവത്തോട് നമുക്ക് ഓഹയുണ്ടാകുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. Because to us who are Gentiles, his mercy and his grace was extended. നമ്മൾ ജാതികളായിരുന്നു, അവന്റെ ആ കരുണയും അവന്റെ ആ നീതിയും നമ്മുടെ മേലേക്ക് പകർന്നു. What do we read in 1 Corinthians 1:27? 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലെ 21-ാം വാക്യം, 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? 1 കൊരിന്ത്യർ 1:27. 1 കൊരിന്ത്യർ 1:27 എന്താണ് വായിക്കുന്നത്? But God has chosen the foolish things of the world to put to shame the wise. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തെരഞ്ഞെടുത്തു. When it says, I will move them to anger by a foolish nation, beloved, we are that foolish nation. ദൈവമില്ല മൂഢജാതികളെ കൊണ്ട് അവരെ മുഷിപ്പിക്കും എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ആ മൂഢജാതി നമ്മളാണ്. What do we read in 1 Peter chapter 2 verses 9 and 10? 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? We read this, but you are a chosen generation, a royal priesthood, a holy nation, his own special people, that you may proclaim the praises of him who called you out of darkness into his marvelous light. And notice this, who once were not a people, but now are the people of God. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആവുന്നു. 10-ാം വാക്യം, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. When it says that I will provoke them to jealousy by those who are not a nation, beloved, we are that people. പ്രിയമുള്ളവരെ, ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് തീഷ്ണത വരുത്തും എന്ന് പറയുമ്പോൾ, മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കുമെന്ന് പറയുമ്പോൾ, ആ ജാതി നമ്മളാണ്. Apostle Paul explains this mystery in Romans, starting from chapter 9, going through chapter 11. റോമലേഖനം 9-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ ഇതേ കാര്യം അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നത് നമുക്ക് പഠിക്കുവാനായിട്ടും വായിക്കുവാനായിട്ടും കഴിയുന്നുണ്ട്. And towards the end, when he gets to chapter 11 and verse 33, he just breaks out in praise. 11-ാം അധ്യായത്തിന് 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. He says, "Oh, the depth of the riches of both the wisdom and the knowledge of God! How unsearchable are his judgments and his ways past finding out." ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര പ്രമേയവും അവന്റെ വഴികൾ എത്ര ഗോചരവുമാകുന്നു. When we come to understand this great plan of God, his mercy, his grace that has been extended to us who are unworthy, who are Gentiles, that's all we can say to. ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും യാതൊരു അർഹതയുമില്ലാത്ത നമ്മളുടെ മേൽ പതിഞ്ഞപ്പോൾ നമ്മൾക്കും ഇവിടെ ഈ പൗലോസ് പറഞ്ഞ പോലെ മാത്രമേ പറയുവാനായിട്ട് കഴിയുള്ളൂ. What an amazing God we serve. എത്ര വലിയ നല്ലവനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. Now from verses 22 to 33, God is talking about the judgment that he will send upon Israel. 22-ാം വാക്യം മുതൽ 33-ാം വാക്യം വരെ ഇസ്രായേലിന്റെ മേൽ വരുത്തുന്ന ആ ന്യായവിധിയെ കുറിച്ച് താൻ അവിടെ വിവരിക്കുകയാണ്. And from verses 33 to 43, God is talking about his vengeance against the nations that he will use to punish Israel. 33 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ഏതൊക്കെ രാഷ്ട്രങ്ങളെയാണ് ഇസ്രായേലിനെതിരായിട്ട് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചും പറയുകയാണ്. But from this section, I want to consider two more things, two more lessons about God as we close. 2 പാഠം കൂടി മാത്രം ഇവിടെ നിന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Let's read verse 39. 39-ാമത്തെ വാക്യം. It says, "Now see that I, even I am he, and there is no God beside me. I kill and I make alive. I wound and I heal. Nor is there any who can deliver from my hand." ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ.
ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല. ഞാൻ ആകാശത്തേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണ്. Here we have our fifth lesson for today. Our God is without equal. അപ്പൊ നമ്മൾ ഇവിടെ അഞ്ചാമത്തെ പാഠം പഠിക്കുകയാണ്. ദൈവത്തിന് തുല്യനായിട്ട് അവൻ മാത്രമാണ്. Why is he without equal? എന്തുകൊണ്ടാണ് അവന് തുല്യനായിട്ട് വേറെ ആരും ഇല്ലാത്തത്? Because first of all it says there is no God beside him. അവിടെ പറയുന്നത് ഞാനല്ലാതെ ദൈവമില്ല എന്നാണ്. There is no competition for the throne of God. ദൈവത്തിന്റെ സിംഹാസനത്തിന് വേറെ ഒരു കോമ്പറ്റീഷനും ഇല്ല. He is the only one. There is no one stronger, there is no one wiser, there is no one more worthy. ദൈവത്തെക്കാൾ ശക്തനായിട്ട്, ദൈവത്തെക്കാൾ ആരാധനയ്ക്ക് യോഗ്യനായിട്ട്, ദൈവത്തെക്കാൾ ബുദ്ധിമാനായിട്ട് വേറെ ആരുമില്ല. Then he says, I kill and I make alive. പിന്നെ പറയാണ് ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു. People may be able to kill, but who can give life? ജനങ്ങൾക്ക് ഒരുപക്ഷെ കൊല്ലുവാൻ സാധിക്കുമായിരിക്കും, പക്ഷേ ജീവൻ കൊടുക്കുവാൻ അവർക്ക് കഴിയുമോ? Only the life giver, God, can make alive. ദൈവത്തിന് മാത്രമേ മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. Same thing, I wound and I heal. Again, people may be able to inflict wound, but who can heal? അതേ നിലയിൽ തന്നെ ജനങ്ങൾക്ക് തകർക്കുവാൻ സാധിക്കുമായിരിക്കും, എന്നാൽ തകർക്കുന്നതിനെ സൗഖ്യമാക്കുവാനായിട്ട് ജനങ്ങൾക്ക് കഴിയുമോ? Only God can heal. ദൈവത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. Even when we have an illness and we go to the doctor, it's not the doctor who provides us healing. നമുക്ക് അസുഖമുണ്ടായി നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഒരിക്കലും ഒരു ഡോക്ടർ അല്ല നമുക്ക് സൗഖ്യം തരുന്നത്. The doctor may be used in the process of healing, but healing always comes from God. സൗഖ്യമാക്കുന്ന ആ പ്രക്രിയയിൽ ഒരു പക്ഷേ ഡോക്ടർക്ക് പങ്കുണ്ടായിരിക്കാം, എന്നാൽ നമ്മുടെ സൗഖ്യം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. And finally it says, who can deliver from my hand? അഞ്ചാമത്തെ കാര്യം നാം വായിക്കുന്നത്, പിന്നെ ഞാൻ വായിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് ആർക്ക് വിടുവിക്കുവാൻ കഴിയും എന്നാണ്. God is without equal because no one can oppose him. ദൈവത്തിന് തുല്യനായിട്ട് മറ്റാരുമില്ല, അവൻ മാത്രമേ ഉള്ളൂ. കാരണം അവൻ എതിർക്കാൻ ആരുമില്ല. No enemy can stand a chance against God. ഒരു ശത്രുവിനും ദൈവത്തിന് എതിരായിട്ട് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. Our God is without equal. നമ്മുടെ ദൈവം തുല്യനില്ലാത്ത, അല്ലെങ്കിൽ അവനല്ലാതെ അവന് തുല്യൻ അവൻ മാത്രമാണ്. Finally, one more lesson from this song before we close. Let's go to verse 43. 43-ാം വാക്യത്തിലേക്ക് നമുക്ക് പോയി ഒരു പാഠം കൂടി പഠിച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. It says, Rejoice, O Gentiles, with his people, for he will avenge the blood of his servants and render vengeance to his adversaries. He will provide an atonement for his land and his people. അവിടെ നമ്മൾ വായിക്കുന്ന ജാതികളെ അവന്റെ ജനത്തോടു കൂടെ ഉല്ലസിപ്പീൻ, അവൻ സ്വദാസന്മാരുടെ രക്തത്തിലും പ്രതികാരം ചെയ്യും, തന്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും, തന്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. Here we have our sixth lesson about God for today. Our God is an atoning God. ഇവിടെ ആറാമത്തെ പാഠം നാം പഠിക്കുകയാണ്, അവൻ പാപപരിഹാരം വരുത്തുന്ന ദൈവമാണ്. Even though the tone of the song turns real grim towards the end, it ends with the promise of atonement. അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു ചിത്രമാണ് ഈ പാട്ട് പറയുന്നതെങ്കിലും അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തിന്റെ ഒരു ചിത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. What is that atonement? എന്താണ് ആ പാപപരിഹാരം? Better yet, who is that atonement? ആരാണ് ആ പാപപരിഹാരം? God's own son, ദൈവത്തിന്റെ സ്വന്തം പുത്രൻ, who will come as an atonement for his people. തന്റെ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. This is the promise of the Messiah. അത് മറ്റൊന്നുമല്ല, മിശിഹായുടെ വാഗ്ദത്തമാണ്. And in that, both the people of God and the Gentiles are called to rejoice. അതിലാണ് ദൈവത്തിന്റെ ജനത്തെയും അതുപോലെ തന്നെ ജാതികളോടും റിജോയ്സ് ചെയ്യുവാനായിട്ട് പറയുന്നത്. What a blessed song we have here. എത്ര മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് നമുക്കിവിടെ ഉള്ളത്. We learned 6 things about God today from this song. ദൈവത്തെക്കുറിച്ച് 5 കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു. 6 കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു. 1, our God is a righteous God. ദൈവം നീതിമാനായ ദൈവമാണ്. 2, our God is our Father and our Maker. രണ്ടാമത് ദൈവം നമ്മുടെ പിതാവാണ്, നമ്മളെ സൃഷ്ടിച്ചവനാണ്. 3, our God is a caring God. ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. 4, our God is a jealous God. 4, ദൈവം തീക്ഷ്ണതയുള്ളവനാണ്. 5, our God is without equal. ദൈവം അതുല്യനായ ദൈവമാണ്. And lastly, our God is an atoning God. ദൈവം പാപപരിഹാരം വരുന്നില്ല, പ്രായശ്ചിത്തം വരുത്തുന്ന ദൈവമാണ്. Now what are we to do with this? അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? Moses tells the children of Israel what they were to do with this. എന്താണ് ചെയ്യേണ്ടത് എന്ന് മോശ ഇസ്രായേൽ മക്കളോട് അവിടെ പറയുന്നുണ്ട്. When we go to verse 46 of this song of this chapter, 46-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, this is what he tells the Israelites. അവൻ മോശ ഇസ്രായേലിനോട് പറയുന്നത് എങ്ങനെയാണ്? Set your hearts on all the words which I testify among you today, which you shall command your children to be careful to observe all the words of this law, for this is not a futile thing to you, because it is your life. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കുവാൻ തക്കോണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. In other words, they were to
observe these things, but also teach it to their children. അവര് ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക മാത്രമല്ല അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും അവർ പറയുകയാണ്, മക്കളോട് കൽപ്പിക്കുവാനും പറയുകയാണ്. The lessons that we learned today, they are certainly for our encouragement and our edification. നമ്മുടെ അഭിവൃദ്ധി എൻകറേജിന് വേണ്ടിയാണ് നമ്മൾ കേട്ട വചനങ്ങൾ ഇരിക്കുന്നത്. But it shouldn't stop there. We should teach these things to our children. എന്നാൽ അത് അവിടെ കൊണ്ട് അവസാനിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളത് പഠിപ്പിക്കണം. They should see in us a love and a devotion to this God that draws them to follow the same God. കുഞ്ഞുങ്ങളെ നമ്മളിലെ ഒരു ഭക്തിയും ദൈവത്തോടുള്ള ആ ഒരു സ്നേഹവും നമ്മളിൽ കാണണം. അങ്ങനെ അവരും ദൈവത്തെ അനുകരിക്കുവാൻ ഇടവരണം. Israel failed in this. ഇസ്രായേൽ ഇതിൽ പരാജയപ്പെട്ടു. But may we never fail in this. എന്നാൽ നമ്മൾ അതിൽ ഒരിക്കലും പരാജയപ്പെടുവാൻ പാടില്ല. May we raise up a generation that will follow after this God. ഈ ദൈവത്തെ അനുകരിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. And as I close, let me say this too. If there is anyone sitting here who is discouraged by life, ജീവിതം കൊണ്ട് ഏതെങ്കിലും നിലയിൽ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ സ്വല്പം നിരാശയിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ know that all that our Lord does is righteous. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതെല്ലാം നീതിയുള്ളതാണ്. Our God knows us like a father. Our God cares for us like a mother. He loves us so intensely like a spouse. ഒരു പിതാവിനെ പോലെ അവൻ നമ്മളെ അറിയുന്നു, ഒരു മാതാവിനെ പോലെ അവൻ നമ്മളെ കരുതുന്നു, ഒരു ഇണയെ പോലെ അവൻ നമ്മളെ സ്നേഹിക്കുന്നു. And we can take heart because the one who is on our side is the God without equal. ഒരു കാര്യം നമ്മൾക്ക് മനസ്സിൽ ഉറപ്പിക്കുക, നമ്മുടെ പക്ഷത്തുള്ള ഈ ദൈവം തുല്യനല്ലാത്തവനാണ്. അവന് തുല്യൻ അവൻ മാത്രമാണ്. So may these thoughts encourage us as we depart from here. May His name be glorified. ഈ ചിന്തകൾ നമ്മളെ കൂടുതൽ ഉത്തേജിപ്പിക്കട്ടെ. May His name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.